وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ. നിങ്ങൾക്ക് മീതെ തൂർ ഉയർത്തിക്കൊണ്ട് നാം പ്രതിജ്ഞ വാങ്ങിയതോർക്കുക. നാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഈ വേദം മുറുകെ പിടിച്ചുകൊള്ളുക, അതിലുള്ള ശാസനകൾ ഓർമ്മ വയ്ക്കുക, അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ കഴിഞ്ഞേക്കും. പർവ്വതം ഉയർത്തിയ സംഭവം വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിലായി വിവരിച്ച രീതിയിൽ നിന്ന് അന്ന് ആ സംഭവം ഇസ്രായേല്യരിൽ പരക്കെ അറിയപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ട്. എന്നാൽ ഇന്ന് അതിന്റെ സ്വഭാവം വിശദമായി ഗ്രഹിക്കുക പ്രയാസമാണ്. പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ച് അവരോട് കരാർ വാങ്ങിയ സന്ദർഭത്തിൽ അതിഭയാനകമായൊരു സ്ഥിതിവിശേഷം അവിടെ സംജാതമായെന്നും പർവ്വതം ഇസ്രായേല്യരുടെ മേൽ പൊളിഞ്ഞു വീഴാൻ പോവുകയാണെന്ന പ്രതീതി ജനിച്ചിരുന്നുവെന്നും മൊത്തത്തിൽ മനസ്സിലാക്കാം. ഈ നിലക്കുള്ള ഒരു ചിത്രമാണ് അദ്ധ്യായം അൽ ആറാഫ് 171 വാക്യത്തിൽ വരച്ചു കാണിച്ചിട്ടുള്ളത്. പ്രസ്തുത സൂക്തത്തിന്റെ വിശദീകരണത്തിൽ നമുക്കത് കേൾക്കാം. ثُمَّ تَوَلَّيْتُم مِّن بَعْدِ ذَلِكَ فَلَوْلَا فَضْلُ اللَّهِ عَلَيْكُمْ وَرَحْمَتُهُ لَكُنتُم مِّنَ الْخَاسِرِينَ. എന്നാൽ അതിനുശേഷം നിങ്ങൾ പ്രതിജ്ഞ ലംഘിച്ചു. എന്നിട്ടും അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളെ കൈവെടിഞ്ഞില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്നോ നശിച്ചു കഴിഞ്ഞേനെ. وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. നിങ്ങളിൽ സാബത്ത് നിയമം ലംഘിച്ചവരുടെ കഥ അറിയാമല്ലോ. നാം അവരോട് ആജ്ഞാപിച്ചു, വാനരന്മാരായി തീരുവിൻ. നാനാഭാഗത്തുനിന്നും നിങ്ങളുടെ മേൽ ശകാരവർഷമുണ്ടാകട്ടെ. സാബത്ത് ശനിയാഴ്ച ദിവസമാണ്. വിശ്രമത്തിനും ആരാധനയ്ക്കും ഈ ദിവസം നീക്കിവെക്കണമെന്ന നിയമം ഇസ്രായേല്യരിൽ നടപ്പാക്കപ്പെട്ടിരുന്നു. അന്നേ ദിവസം ഒരു ലൗകിക വൃത്തിയും ചെയ്യാൻ പാടില്ല. ഭക്ഷണം പാകം ചെയ്യുന്നത് പോലും ഭൃത്യന്മാരെ കൊണ്ട് ചെയ്യിക്കാനും പാടുണ്ടായിരുന്നില്ല. ആ പുണ്യദിവസത്തിന്റെ പരിശുദ്ധിയെ അവഹേളിക്കുന്നവൻ വധശിക്ഷയ്ക്ക് അർഹനാണെന്നു കൂടി താക്കീത് നൽകപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രായേല്യരുടെ ധാർമ്മികവും മതപരവുമായ അധപതനം ആരംഭിച്ചതോടെ സാബത്തിന്റെ പവിത്രത പരസ്യമായി ലംഘിക്കപ്പെട്ടു. ശനിയാഴ്ച ദിവസം അങ്ങാടികളിൽ നിസ്സങ്കോചം വ്യാപാരം നടത്തി തുടങ്ങി. സാബത്തിനെ അവമതിച്ചവരെ കുരങ്ങന്മാരാക്കിയതെങ്ങനെ എന്ന കാര്യത്തിൽ ഭിന്ന അഭിപ്രായമുണ്ട്. അവരുടെ ശരീരത്തിന്റെ ആകൃതി മാറ്റി കുരങ്ങന്മാരുടേതുപോലെയാക്കിയെന്നാണ് ചിലരുടെ അഭിപ്രായം. അവരിൽ കുരങ്ങന്മാരുടേതുപോലുള്ള സ്വഭാവം സംജാതമായി എന്ന് പറയുന്നു. എന്നാൽ വിശുദ്ധ ഖുർആന്റെ വിവരണ രീതിയിൽ നിന്ന് മനസ്സിലാകുന്നത് സ്വഭാവമല്ല, ശരീരം തന്നെ മാറ്റിയിരുന്നുവെന്നാണ്. കൂടുതൽ യുക്തമായി തോന്നുന്നത് അവരുടെ മസ്തിഷ്കങ്ങളെ പഴയ അവസ്ഥയിൽ നിർത്തിക്കൊണ്ട് ശരീരങ്ങളെ കുരങ്ങന്മാരുടേതുപോലെയാക്കി എന്നാണ്. فَجَعَلْنَاهَا نَكَالًا لِمَا بَيْنَ يَدَيْهَا وَمَا خَلْفَهَا وَمَوْعِظَةً لِلْمُتَّقِينَ. ഇவ்விധം അവരുടെ ദുർഗതിയെ നാം അക്കാലക്കാർക്കും പിൽക്കാലക്കാർക്കും പാഠവും ഭയഭക്തിയുള്ളവർക്ക് സതുപദേശവുമാക്കി വെച്ചു. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ. ഇനി ആ സംഭവം ഓർക്കുക. മൂസ തന്റെ ജനത്തോട് പറഞ്ഞു, ഒരു പശുവിനെ അറുക്കാൻ അല്ലാഹു നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? മൂസ പറഞ്ഞു, അവിവേകികളെപ്പോലെ സംസാരിക്കുന്നതിൽ നിന്ന് ഞാൻ അല്ലാഹുവിങ്കൽ അഭയം തേടുന്നു. قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها
إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, നിന്റെ റബ്ബിനോട് അപേക്ഷിക്കുക, അതെങ്ങനെയുള്ളതാവണമെന്ന് അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ. മൂസ വിവരിച്ചു കൊടുത്തു. ആ പശു ഏറെ പ്രായമുള്ളതോ തീരെ പ്രായമില്ലാത്തതോ അല്ലാത്ത മധ്യവയസ്കയായിരിക്കണമെന്ന് അല്ലാഹു നിർദ്ദേശിക്കുന്നു. ഇനി കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളുക. قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. പിന്നെയും അവർ ആവശ്യപ്പെട്ടു, നിന്റെ റബ്ബിനോട് ഒന്നുകൂടി അപേക്ഷിക്കുക, അതിന്റെ നിറമെന്തെന്ന് പറഞ്ഞു തരട്ടെ. മൂസ പറഞ്ഞു, അത് ശുദ്ധ സ്വർണവർണ്ണമുള്ളതും കാഴ്ചക്കാരെ രസിപ്പിക്കുന്നതും ആയിരിക്കണമെന്ന് അവൻ നിർദ്ദേശിക്കുന്നു. قالوا ادع لنا ربك يبين لنا ما هي إن البقرة شابه علينا وإنا إن شاء الله لمهتدون. അവർ ആവശ്യപ്പെട്ടു, ഒന്നുകൂടി അപേക്ഷിച്ചു നോക്കുക, എങ്ങനെയുള്ള പശുവാണ് വേണ്ടതെന്ന് അവൻ നമുക്ക് സ്പഷ്ടമായി വിവരിച്ചു തരട്ടെ. ഞങ്ങൾക്ക് ഇപ്പോഴും ആ പശുവിനെ തിരിച്ചറിയാനായിട്ടില്ല. അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ ഞങ്ങൾ അതിനെ കണ്ടെത്തുക തന്നെ ചെയ്യും. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. മൂസ മറുപടി കൊടുത്തു, അല്ലാഹു പറയുന്നു, നിലം ഉഴുതുമറിക്കുന്നതിനോ വെള്ളം തേവുന്നതിനോ ഉപയോഗിക്കാത്തതും കുറവുകളില്ലാത്തതും മേനിയിൽ പാടുകളില്ലാത്തതുമായിരിക്കട്ടെ അത്. അപ്പോൾ അവർ ഘോഷിച്ചു, ഓ, ഇപ്പോഴാണ് നീ വ്യക്തമായ ലക്ഷണങ്ങൾ വിവരിച്ചത്. അങ്ങനെ അവർ അതിനെ അറുത്തു. വാസ്തവത്തിൽ അവരതു ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അയൽപക്ക സമുദായങ്ങളിൽ നിന്ന് പശുഭക്തിയുടെയും പശുപൂജയുടെയും രോഗം ഇസ്രായേല്യരെ ബാധിച്ചിരുന്നു. അതിനൊരു ചികിത്സയായിട്ടുകൂടിയാണ് പശുവിനെ അറുക്കാൻ കൽപ്പിച്ചത്. അല്ലാഹു ഒഴികെ മറ്റൊന്നിനെയും അവരിപ്പോൾ ആരാധ്യവസ്തുവായി അംഗീകരിക്കുന്നില്ലെങ്കിൽ മുമ്പ് ആരാധ്യവസ്തുവായി സ്വീകരിച്ചിരുന്ന വിഗ്രഹത്തെ സ്വന്തം കരങ്ങൾ കൊണ്ടുതന്നെ ഉടച്ചു കാണിക്കുക, അതിലൂടെ തങ്ങളുടെ സത്യവിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കുക. ഇതൊരു കഠിന പരീക്ഷണമായിരുന്നു. അവരുടെ ഹൃദയങ്ങൾ പശുഭക്തിയിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിരുന്നില്ല. അതിനാൽ ഗോഹത്യയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പലതരത്തിൽ വിശദീകരണങ്ങൾ ചോദിച്ചു പഴുതുണ്ടാക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ വിശദീകരണം ആവശ്യപ്പെട്ടിടത്തോളം അവർ കൂടുതൽ കുടുങ്ങുകയാണ് ചെയ്തത്. അവസാനം അക്കാലത്ത് പൊതുവെ പൂജയ്ക്കായി പ്രത്യേകം തെരഞ്ഞെടുക്കാറുണ്ടായിരുന്ന സ്വർണവർണ്ണമുള്ള പശുവെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെയാണ് അറുക്കേണ്ടതെന്ന് നിർദ്ദേശിക്കപ്പെട്ടു. ഈ സംഭവത്തെക്കുറിച്ചുള്ള സൂചനകൾ ബൈബിളിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇസ്രായേല്യർ പശുബലിയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചതിനെക്കുറിച്ച് ബൈബിൾ ഒന്നും പറഞ്ഞിട്ടില്ല. وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ. നിങ്ങൾ ഒരാളെ വധിക്കുകയും എന്നിട്ട് കൊലക്കുറ്റം അന്യോന്യം ആരോപിക്കുകയും ചെയ്ത സംഭവം ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ ഒളിച്ചുവെക്കുന്നതിനെ വെളിക്കുകൊണ്ടുവരാൻ അല്ലാഹു തീരുമാനിച്ചിരുന്നു. فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ. ആ സമയം നാം കൽപ്പിച്ചു, വധിക്കപ്പെട്ടവന്റെ ജഡത്തെ അതിന്റെ ഒരു ഭാഗം കൊണ്ട് അടിക്കുക. നോക്കുക, ഇவ்விധം അല്ലാഹു മൃതദേഹങ്ങളെ ജീവിപ്പിക്കുന്നു. നിങ്ങൾക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരികയും ചെയ്യുന്നു, നിങ്ങൾ ഗ്രഹിക്കുന്നതിനു വേണ്ടി. കൊലയാളി ആരെന്നറിയിക്കാൻ അല്പനേരത്തേക്ക്
വധിക്കപ്പെട്ടവനിൽ വീണ്ടും ജീവൻ വന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ജഡത്തെ അതിന്റെ ഒരു ഭാഗം കൊണ്ട് അടിക്കുക എന്നു കൽപ്പിച്ചതിൽ അല്പം അവ്യക്തത തോന്നുന്നു. ഇതിന് പൗരാണിക വ്യാഖ്യാതാക്കൾ കൊടുത്ത അർത്ഥം തന്നെയാണ് കൂടുതൽ അനുയോജ്യമായി തോന്നുന്നത്. അതായത്, അറുക്കപ്പെട്ട പശുവിന്റെ മാംസം കൊണ്ട് വധിക്കപ്പെട്ടവന്റെ ദേഹത്തിൽ അടിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ഒരേ കൃത്യം കൊണ്ട് രണ്ട് ഫലമുണ്ടായി. ഒന്ന്, അള്ളാഹുവിന്റെ അപാരമായ ശക്തിയുടെ ദൃഷ്ടാന്തം അതുവഴി അവർക്ക് പ്രത്യക്ഷമായി. രണ്ട്, പശുഭക്തിക്കും പശുവിനെ ആരാധ്യവസ്തുവാക്കുന്ന അന്ധവിശ്വാസത്തിനുമെതിരെ ആഞ്ഞടിച്ചു. പശുവിന് ദിവ്യശക്തി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ അറുത്തപ്പോൾ എന്തെങ്കിലും ആപത്താണ് ഉണ്ടാകേണ്ടിയിരുന്നത്. എന്നാൽ അതിനെ കശാപ്പ് ചെയ്തത് മറ്റൊരു വിധത്തിൽ ഉപകാരപ്രദമാകുകയാണ് ചെയ്തത്. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. പക്ഷേ ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ട ശേഷവും നിങ്ങളുടെ മനസ്സുകൾ കടുത്തു, ശിലകൾ പോലെ കടുത്തു, അല്ല അതിലധികം കടുത്തുപോയി. എന്തെന്നാൽ ചില പാറകളിൽ നിന്ന് ആറുകൾ പൊട്ടിയൊഴുകാറുണ്ടല്ലോ. മറ്റു ചിലതാകട്ടെ സ്വയം പിളരുകയും അതിൽ നിന്ന് വെള്ളമൊലിക്കുകയും ചെയ്യുന്നു. ഇനിയും ചിലതോ ദൈവഭയത്താൽ കിടുകിടുത്തു നിലം പതിക്കുന്നു. അല്ലാഹു നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അശ്രദ്ധനല്ല തന്നെ. ഈ സൂക്തങ്ങളുടെ അവതരണകാലത്ത് അതിന്റെ അഭിസംബോധിതർ മദീനയിലെ നവമുസ്ലിങ്ങളാണ്. പ്രവാചകത്വം, ദിവ്യഗ്രന്ഥം, മലക്കുകൾ, പരലോകം, ശരീഅത്ത് തുടങ്ങിയ വർത്തമാനങ്ങൾ അവർ ഇതിനു മുമ്പ് ശ്രവിച്ചിരുന്നുവെങ്കിൽ അത് അയൽവാസികളായ യഹൂദരിൽ നിന്നും മാത്രമായിരുന്നു. ഒരു പ്രവാചകൻ വരാനുണ്ടെന്നും അദ്ദേഹത്തോട് സഹകരിക്കുന്നവർ വിജയികളായി വാഴുമെന്നും യഹൂദരിൽ നിന്ന് അവർ കേട്ടിരുന്നു. ഇതാണ് നബി തിരുമേനിയുടെ പ്രവാചകത്വ വാർത്ത കേട്ട ഉടൻ ആവേശത്തോടെ കൂട്ടം കൂട്ടമായി തിരുമേനിയിൽ വിശ്വസിക്കാൻ മദീന നിവാസികൾക്ക് പ്രചോദനം നൽകിയത്. അതിനാൽ മുമ്പ് മുതൽക്കേ പ്രവാചകന്മാരുടെയും ദിവ്യഗ്രന്ഥങ്ങളുടെയും അനുയായികളായ യഹൂദർ പ്രവാചകനെ തീർച്ചയായും അംഗീകരിക്കുമെന്ന് ആ നവമുസ്ലിങ്ങൾ ന്യായമായും പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷയുമായി അവർ അയൽവാസികളായ യഹൂദരെ സമീപിച്ച് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എന്നാൽ യഹൂദർ അവരുടെ ക്ഷണം സ്വീകരിച്ചില്ല. യഹൂദരുടെ നിഷേധ നിലപാടിനെ പൊക്കിപ്പിടിച്ച് കപടവിശ്വാസികളും ഇസ്ലാമിന്റെ എതിരാളികളും എതിർ പ്രചാരവേല നടത്തിക്കൊണ്ടിരുന്നു. ഇദ്ദേഹം വാസ്തവത്തിൽ പ്രവാചകനാണെങ്കിൽ പൂർവ്വവേദക്കാരിൽപ്പെട്ട പണ്ഡിതന്മാരും മതനേതാക്കളും പുണ്യപുരുഷന്മാരും എന്തുകൊണ്ട് ഇദ്ദേഹത്തിൽ വിശ്വസിക്കുന്നില്ല? ഒരു സത്യപ്രവാചകനെ മനഃപൂർവ്വം നിഷേധിച്ചുകൊണ്ട് അവർ സ്വയം അപകടപ്പെടുത്താൻ തുനിയുമെന്ന് വിചാരിക്കാൻ ന്യായമില്ല എന്നിങ്ങനെയായിരുന്നു ദുഷ്പ്രചാരണം. അതിനാൽ ഇസ്രായേലിയരുടെ ഭൂതകാല ചരിത്രം വിവരിച്ച ശേഷം ആ ശുദ്ധഹൃദയരായ മുസ്ലിങ്ങളോട് പറയുകയാണ്, യഹൂദ ജനതയുടെ ഭൂതകാല ചരിത്രം മേൽ പ്രസ്താവിച്ച വിധമാണ്. അവരെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നും നിങ്ങൾ വെച്ചു പുലർത്തേണ്ടതില്ല. അവരിൽ അമിതമായ പ്രതീക്ഷയർപ്പിച്ചാൽ നിങ്ങൾ നിരാശരാകും. നൂറ്റാണ്ടുകളായി ദുഷിച്ചു കഴിഞ്ഞവരാണവർ. ദിവ്യവചനങ്ങളെ പരിഹസിച്ചും നിന്ദിച്ചും അവരുടെ എത്രയോ തലമുറകൾ കഴിഞ്ഞുപോയിരിക്കുന്നു. അവരുടെ സത്യദീനിനെ അവർ തന്നെ അലങ്കോലപ്പെടുത്തിയിരിക്കുന്നു. വികൃതമാക്കപ്പെട്ട ആ മതത്തോടാണ് ഇന്നവർ മോക്ഷപ്രതീക്ഷകൾ ബന്ധിച്ചിരിക്കുന്നത്. സത്യത്തിന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ ഉയരുമ്പോൾ തന്നെ ഇക്കൂട്ടർ നാനാഭാഗത്തു നിന്നും കുതിച്ചടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് നിരർത്ഥകമാണ്. ഒരു വിഭാഗം എന്നു പറഞ്ഞത് യഹൂദരിലെ പണ്ഡിതന്മാരെയും മതനേതാക്കളെയുമാണ്. കലാമുല്ലാഹി അഥവാ ദൈവിക വചനങ്ങൾ എന്നു പറഞ്ഞത് തങ്ങളുടെ പ്രവാചകന്മാർ മുഖേന ഇസ്രായേലിയർക്ക് ലഭിച്ച തൗറാത്ത്, സബൂർ തുടങ്ങിയ ഗ്രന്ഥങ്ങളാണ്. ഭേദഗതി ചെയ്യുക എന്നാൽ വാക്കുകളെ അവയുടെ ശരിയായ അർത്ഥങ്ങളിൽ നിന്നും മാറ്റി വക്താവിന്റെ ഉദ്ദേശ്യത്തിന് വിരുദ്ധമായി അർത്ഥം നൽകുകയെന്നാണ്.
വാക്കുകളിൽ തന്നെ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നതിനും തഹ്രീഫ് അഥവാ മാറ്റിമറിക്കൽ എന്ന് പറയാറുണ്ട്. ഇസ്രായേൽ പണ്ഡിതന്മാർ ഈ രണ്ടു തരം കൃത്രിമങ്ങളും അള്ളാഹുവിന്റെ വാക്യങ്ങളിൽ നടത്തിയിട്ടുണ്ട്.